ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഏടാണ്. ഞങ്ങൾ ആരെയും വിലമതിക്കുന്നില്ല. ആരുടെ സമരമായാലും പ്രക്ഷോഭമായാലും അതിനെ ഞങ്ങൾ ഗൗനിക്കില്ല. ആർഎസ്എസും സംഘപരിവാർ വിഭാഗങ്ങളും അതിന്റെ രാഷ്ട്രീയ ഉപകരണമായ ബിജെപിയും ചേർന്ന് എല്ലാ ജനാധിപത്യ ശക്തികളെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ, അവർക്കെതിരായിട്ട് വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും ദേശവിരുദ്ധമാണ് എന്ന് മുദ്രകുത്തി അവരെല്ലാം കൽത്തുറുങ്കിലടക്കാൻ കഴിഞ്ഞ 10-12 വർഷക്കാലം നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ തുടർച്ചയിൽ യുവജന വിദ്യാർത്ഥി വിഭാഗം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം, ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം രചിക്കത്തക്ക രീതിയിൽ ആർഎസ്എസിന്റെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും അതിന്റെ ഭരണകൂട ശക്തികളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് എല്ലാവർക്കും, ആദ്യം ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ സമരം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ളതിന്റെ വളരെ ചുരുക്കം മാസം മാത്രമായിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ സിജെപിയുടെ വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ടത്. ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയത്. ഒരു തരത്തിലും രാജിവെക്കില്ല എന്നായിരുന്നു ബിജെപിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട്. പക്ഷേ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒറ്റക്കെട്ടായി പ്രതിപക്ഷ ശക്തികളാകെ, വൈകിയാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ളവരെല്ലാം ആദ്യം മുതലേ ഇതിന്റെ ഒപ്പം ചേർന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലൂടെ ഈ ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള, നീറ്റ് പരീക്ഷ മാത്രമല്ല പരീക്ഷ ഉൾപ്പെടെയുള്ള ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്രിമങ്ങൾ, 10-22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുന്ന ആ പരീക്ഷ വലിയ അഴിമതിയുടെയും കൃത്രിമത്തിന്റെയും ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം, ടെൻഷൻ അനുഭവിക്കുന്ന ആ പരീക്ഷ എഴുതുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, 10-20ലധികം കുട്ടികൾ സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്ന സാഹചര്യം, ഇങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സമരം ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നത്. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്നീട് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാജ്യവ്യാപകമായിട്ട് സമരം നടത്തി. ഈ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന സമരത്തിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ മേഖലയിൽ ശക്തിയായ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപനം നടന്നു. ഇങ്ങനെയെല്ലാം ചേർന്നുകൊണ്ട് ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം രചിച്ചുകൊണ്ട് പുതിയ തലമുറയെപ്പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അരാഷ്ട്രീയവാദികളാണ്, അവർക്ക് ഇമാതിരിയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നായിരുന്നു പലരും ധരിച്ചിരുന്നത്. അങ്ങനെയല്ല, കൃത്യമായ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് ഈ പുതിയ തലമുറ ഏത് പ്രതികൂല സാഹചര്യത്തെയും മർദ്ദനത്തെയും അതുപോലെ തന്നെ അവരുടെ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള പുതിയ തരം മർദ്ദന ഉപകരണങ്ങൾ ഉൾപ്പെടെയല്ല എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ അടിത്തറ ഒരുക്കുകയാണ്. ബിജെപി ഗവൺമെന്റിന്, ബിജെപി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് അതിന്റെ തകർച്ചയുടെ അതിശക്തിയായ രീതിയിലുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കുമെന്ന് സഖാവ് ബേബി പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിലിപ്പോ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും കൊണ്ടൊന്നും കഴിയാത്തൊരു കാര്യം വളരെ പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയിലൂടെ വന്നു. അത് മറ്റൊരു തരത്തിൽ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല? ഞങ്ങളെ ആശങ്കപ്പെടുന്നൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് CPIM കാണുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഓരോ ജനവിഭാഗങ്ങളും അവരവരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളും സമരങ്ങളും ഭരണകൂട ശക്തികൾക്കെതിരായിട്ട് സജീവമായി മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന
ഒരു ഐക്യപ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. അത് തൊഴിലാളികളുടേത്, കൃഷിക്കാരുടേത്, കർഷക തൊഴിലാളികളുമായി ചേർന്ന്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മഹിളകൾ, എല്ലാ വിഭാഗങ്ങളും അവരവരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശക്തിയായ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോവുക. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുന്നണിയല്ല, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ മുന്നണിയല്ല, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് പാർട്ടി അതിന്റെ 10ാം പാർട്ടി കോൺഗ്രസ് മുതൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള, ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ തീർച്ചയായിട്ടും ഒരു സംശയവും ഇല്ലാതെ, കലവറ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് മുഴുവൻ പിന്തുണയും ഞങ്ങൾ കൊടുത്തത് ഈ ഒരു ധാരണ, ഈ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഉത്കണ്ഠയില്ല എന്ന് മാത്രമല്ല, ഇമാതിരിയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യവ്യാപകമായി ഇനിയും ഉയർന്നു വരണം. വർഗ്ഗഭോജന പ്രസ്ഥാനങ്ങളൊക്കെ ഈ രീതിയിലുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് CPIMന്റെ രാഷ്ട്രീയമായ ധാരണ തന്നെ. CJP എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം നിലനിൽക്കും എന്ന് തന്നെയാണോ? അങ്ങനെ ഇപ്പം നമുക്ക് പ്രവചിക്കാനൊന്നും സാധിക്കില്ലല്ലോ. ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സത്യമാണല്ലോ, അതിനെ കണ്ടാൽ മതി. ശരി.